12 ലക്ഷം രൂപയാണ് കോടതി ഫൈനായിട്ട് കണ്ടിരിക്കുന്നത്. ഈ 3 പ്രതികൾക്കും കൂടി. ഈ 3 പ്രതികളും അടയ്ക്കുന്ന ഈ പൈസ രാഖിമോളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണം എന്നൂടെ ഡയറക്ഷനുണ്ട്. വളരെ നല്ലൊരു വിധിയാണ്. സൈനികനായിരുന്ന അഖിലും പൂവാർ സ്വദേശി രാഖിമോളും സ്നേഹബന്ധത്തിലായിരുന്നു. ഇതിനിടയിൽ അഖിൽ മറ്റൊരു യുവതിയുമായി പ്രണയത്തിലായി. ആ യുവതിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതിന് രാഖിമോൾ തടസ്സമാകുമെന്ന് കരുതിയാണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. പൂവാറിൽ നിന്ന് രാഖിയെ വിളിച്ചു വരുത്തി അഖിലും രാഹുലും ആദർശും ചേർന്ന് കാറിൽ കയറ്റി അമ്പൂരിയിലേക്ക് കൊണ്ടുപോയി. പുതുതായി നിർമ്മിക്കുന്ന വീട് കാട്ടിത്തരാമെന്ന് പറഞ്ഞാണ് രാഖിയെ വിളിച്ചു വരുത്തിയത്. ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് കാറിന്റെ സീറ്റ് ബെൽറ്റ് കഴുത്തിൽ മുറുക്കി അഖിലും ആദർശും ചേർന്ന് രാഖിയെ കൊലപ്പെടുത്തി. വീടിന് സമീപം നേരത്തെ തയ്യാറാക്കിയ കുഴിയിൽ മൃതദേഹം മറവ് ചെയ്തു. കൊച്ചിയിലെ ജോലിസ്ഥലത്തേക്കെന്നും പറഞ്ഞു പോയ രാഖിയെ കാണാതായതോടെ ബന്ധുക്കൾ പൂവാർ പോലീസിൽ പരാതി നൽകി. 1 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് രാഖിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയത്. രാഖിയുടെ ഫോണിൽ നിന്ന് പ്രതികൾ അയച്ച സന്ദേശമാണ് കേസിൽ തുമ്പായത്. നമ്മളെ വളരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ രാഖിമോളുടെ സിം ഉപയോഗിച്ച് വേറെ ഫോണിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ടെന്നും പറഞ്ഞ്, അതുകൂടാതെ ഒരു കാമുകനോട് ചെന്നൈക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടന്നെങ്കിലും ഹൈടെക് സെല്ലിലെ പ്രഗത്ഭമായ ഉദ്യോഗസ്ഥരുടെയൊക്കെ സഹായത്തോടു കൂടി അവരുടെ ആ തന്ത്രങ്ങളെല്ലാം പൊളിച്ചുകൊണ്ട് മരിച്ചുപോയ രാഖിമോൾക്ക് നീതി വാങ്ങിച്ചു കൊടുത്തതിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ എല്ലാവർക്കും അതീവ സന്തുഷ്ടരാണ്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞത്. അമ്പൂരി സ്വദേശിയും സൈനികനുമായ അഖിൽ, സഹോദരൻ രാഹുൽ, കൂട്ടുകാരൻ ആദർശ് എന്നിവരാണ് പ്രതികൾ. കൊലപാതക കുറ്റത്തിന് 3 പേർക്കും ജീവപര്യന്തം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പിഴ ഒടുക്കിയില്ലെങ്കിൽ 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. തെളിവ് നശിപ്പിച്ചതിന് 5 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പിഴ ഒടുക്കിയില്ലെങ്കിൽ 6 മാസം അധിക തടവ്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. ശിക്ഷാവിധിയിൽ സന്തോഷമെന്ന് രാഖിയുടെ പിതാവ്. എനിക്ക് സന്തോഷമാണ്. ഇത് എല്ലാ ഭാഗത്തും എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടണം. ഇത് വിശ്വാസം വേണം. പ്രതികളുടെ കുറ്റകൃത്യം പൈശാചികമെന്നും ദയ അർഹിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. പ്രതിക്ക് വധശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ പ്രതികളുടെ പ്രായം കണക്കിലെടുത്തിട്ടാണ് ജീവപര്യന്തം ശിക്ഷയിലേക്ക് കോടതി പോയത്. ശിക്ഷാവിധി കേട്ട് സഹോദരങ്ങളായ അഖിലും രാഹുലും കോടതിയിൽ വിതുമ്പി. 94 സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. 92 തൊണ്ടിമുതലുകളും ഹാജരാക്കി. പൂവാർ പോലീസിന്റെ മികവുറ്റ അന്വേഷണമാണ് രാഖിയുടെ തിരോധാനം കൊലപാതകമെന്ന് തെളിയിച്ചത്. മരണസമയം വരെ അഖിലിനെ രാഖി പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. തന്നെ കൊലപ്പെടുത്താനാണ് വിളിച്ചു വരുത്തിയതെന്ന് രാഖി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. തന്നേക്കാൾ 6 വയസ്സ് ഇളപ്പമുള്ള അഖിൽ കഴുത്തിൽ അണിയിച്ചു നൽകിയിരുന്ന താലിയിലായിരുന്നു രാഖിക്ക് വിശ്വാസം.